സംഭവം സെറ്റായി. പരിപാടി കഴിഞ്ഞ് താത്ത ചോറ് റെഡിയാക്കാനുള്ള പരിപാടിയിൽ നോക്കിക്കോളി. അപ്പം ഇനി നേരെ സാധനം എടുത്തേക്കാം. ഓക്കെ, ഫുൾ ഇന്നത്തെ പരിപാടി പോർച്ചിൻ്റെ അവിടുന്ന് വേഗം തടി ഉരണം, അടുത്ത സൈറ്റിൽ പോകണം. ഫുള്ള് വലിയ പലകാട്ടാ, ഫുള്ള് വലിയ പലകൾ. എന്താ വെച്ചാൽ ബെൽറ്റ് തറിൻ്റെ ബാത്റൂമിൻ്റെ മാത്രം ബെൽറ്റ് അടിക്കാനുള്ള പോക്കാണ്. പലർക്കും ഈ ബാത്റൂമിൻ്റെ ബെൽറ്റ് എങ്ങനെ അടിക്കണമെന്ന് എന്തിനാണ് അടിക്കണമെന്നും മനസ്സിലാക്കിയ ഒന്നും കൂടി എന്ത് ചെയ്യുക, പുതിയ പേജൊക്കെ ഉള്ളല്ലോ. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരട്ടെ. സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇനിയും സാധനങ്ങൾ കയറ്റാണ്ട് ചെറു കഷ്ണങ്ങളൊക്കെ വേണ്ടി വരും. എവിടെയും ടൈറ്റൊക്കെ കൊടുക്കണമെങ്കിൽ അതിനാണ് സലാങ്ക ആ സാധനം ഫുള്ള് കയറ്റണേ. ഓക്കെ, സെറ്റിൽ എങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കയറ്റിയിട്ട് മക്കളെ റാത്തല്ല, ചുട്ടാതെ വെയിലാട്ട തിരൂരാളുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും വീട് പണി എടുക്കണോ, നമ്മളെ കാണുന്ന എല്ലാവരും ഏകദേശമൊക്കെ വീട് പണി എടുക്കണം. ഒന്ന് ശരിക്കും സൈറ്റിക്കല്ല, വേറെ പുതിയ സൈറ്റ് തുടക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ ക്ലിയർ അതിൻ്റെ സാണ് പോകാൻ വിചാരിച്ച് നേരെ തിരൂർ ബെൽറ്റ് അടിക്കാണ്ട് കാരത്തൂർ ബെൽറ്റ് അടിക്കാണ്ട് കാരത്തൂർ അവിടെ സൈറ്റ് തുടക്കാണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് തീരുമാനമായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇൻഷാല്ലാ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്നെ കാണുന്ന എൻ്റെ മക്കൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇതേപോലെ ഇതാ ബാത്റൂം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ബാത്റൂമുകൾ വരുന്ന ഭാഗത്ത് നിങ്ങൾ പരമാവധി ഇതാ ചെറിയ പൈസ ചിലവാക്കിയിട്ട് ഒരു 10,000 രൂപ പോകുന്നതിനെ കൂട്ടിക്കൊള്ളു, ഒരു 15,000 എന്നാലും നിങ്ങൾക്ക് ലാഭമായിട്ട് മക്കളെ. ചിലവരിതാ അത് ഫുള്ള് കല്ലാക്കും. പിന്നെ മേലെ ബെൽറ്റ് വരുന്നവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം കേട്ടോ. അടിയിലാണ് ബെൽറ്റ് സ്ട്രോങ്ങിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതേമാർക്കൊരു ബെൽറ്റ് ബാത്റൂമിനൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ഇതേമാർക്ക് ചെറിയൊരു കമ്പി ഇതാ ഇതേപോലെ ചെറിയൊരു ബിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ സെൻറ്ററിൽ കൊടുക്കാൻ നോക്കുക. റിങ് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ തുറക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഭയങ്കര പ്രയാസവും. ജസ്റ്റ് പൊട്ടാതിരിക്കാൻ ഇനിയിപ്പോൾ അതാ അങ്ങനത്തെ സാമ്പത്തികം കുറവുണ്ടോ, കമ്പി വെച്ചിനും വേണ്ടിയില്ല. ഇത് ഫുള്ള് എന്താ ചെയ്യുക, നല്ല സ്ട്രോങ്ങിൽ കോൺക്രീറ്റ് നല്ല സെറ്റപ്പായിട്ട് ഇത് വണ്ടിയിലൊക്കെ സ്ട്രോങ് കോൺക്രീറ്റ് ചെയ്യുന്നു, നല്ല ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ എന്താ പറയുക, എത്ര കാലം വെള്ളം നിന്ന് കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഏകദേശം ഇത്ര ഇതിൻ്റെ ഈ ഭാഗം വരെ കോൺക്രീറ്റ്, നിലം കോൺക്രീറ്റ് നല്ല സെറ്റപ്പിൽ ഇവർ ചെയ്യും. പിന്നെ അത് ഫുള്ള് കോൺക്രീറ്റിലായി. നമുക്കൊരു ഇതാ ടെൻഷൻ അടിക്കാതെ ഒരു 10, 25, 30 കൊല്ലം എന്താ ചെയ്യുക, ഈ വീടുകൾ മുന്നോട്ടുണ്ടാകും. ഈർപ്പം കയറി അവിടെ കയറി ഇവിടെ കയറി എന്നുള്ളൊരു പ്രയാസം വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരണമെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടിരുന്നത് ഇതിപ്പോൾ ബാത്റൂമിൻ്റെ സൈഡാണ്. അപ്പോൾ ഇതാ ഞാൻ ബാത്റൂമിൻ്റെ സൈഡായതുകൊണ്ട് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. എക്സാമ്പിൾ ഇപ്പോൾ കണ്ടത് ഇങ്ങനെ ഈർപ്പത്തിൻ്റെ ഒരു വരവ് ഇവിടെ പൊട്ടിക്കണ്ട, ഇവിടെ പൊട്ടിക്കണം. അതേപോലെ തന്നെ ഇവിടെ കണ്ടത് ഇതൊക്കെ ഈർപ്പം കയറുന്ന എന്തുകൊണ്ടാണ് അവിടെ കല്ല് വെള്ളം കുടിച്ചിട്ട് അടിക്കല്ലിന് വിടും. അടിക്കല്ല് കുടിച്ച് തീർത്താൽ മേൽക്കല്ലിന് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, കല്ല് ഒഴിവാക്കിയിട്ട് കുട്ടികളെല്ലാവരും പരമാവധി എന്ത് ചെയ്യുക, ഇങ്ങനെ കോൺക്രീറ്റ് ഒരു ബിൽഡിംഗ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് കാണട്ടെ. ഓക്കെ, സെറ്റ്. അപ്പോളേ ബേസ്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ഇതാ അടിക്കൽ തുടങ്ങിയിട്ടാണ്. എന്താ വെച്ചാൽ അത് മാത്രം കോൺക്രീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ്. ഒമ്പിൻ്റെ പല പുറത്ത് വെച്ച്, ഒമ്പിൻ്റെ പല പുറത്ത് എങ്ങനെ വെച്ച് ഒരു 4 ഇഞ്ച് താത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം 8 മുക്കാലൊക്കെ ഉണ്ട് അളവ്. ഓക്കെ, ബാക്കി ഇവിടെ നിന്ന് 2 ഒമ്പിൻ്റെ പലയും കൂടി കിട്ടിയാൽ സംഭവം സെറ്റാവട്ടാണ്. ഓക്കെ, അപ്പോൾ മക്കളെ അടി ഇതാ പെർഫെക്റ്റായിട്ട് അടിയാണ്ട് കഴിഞ്ഞിട്ടാണ്. അടി കഴിഞ്ഞ് ഉള്ളിൽ ചെറിയ തോതിൽ സിമെൻറ്റ് ഇട്ടിട്ടാണ്. ഉള്ളിൽ ഗ്രൗട്ട് പോലും പ്രശ്നമില്ല, പക്ഷേ പുറത്ത് ഒലിക്കരുതിട്ടത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എന്താ വെച്ചാൽ പുറത്ത് ഒലിക്കരുത് പറയാൻ കാരണം എന്താ പറയുക, ഇതിപ്പോൾ ഡാം പ്രൂഫ് ചെയ്യണം എന്നൊക്കെ ഒരു അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് പിന്നെ പുറത്തൊലിക്കരുത് നമ്മൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ വൃത്തിയാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റല്ല. കോൺക്രീറ്റ് ബാത്റൂം മാത്രം കോൺക്രീറ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞോട്ടെ, കമൻറ്റ് ചെയ്യാം ഞങ്ങൾക്ക്. ഓക്കെ, സെറ്റ് കൂട്ടിടണം. പിന്നെ അവിടെ ചെറിയൊരു അടുപ്പിൻ്റെ പണിയും കൂടി തീർത്ത് കൊടുക്കാണ്ട് അതും കൂടി എന്ത് ചെയ്യണം, തീർത്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും അതിൽ കമ്പി ഇടൂലെന്ന്. കമ്പി ഇടൽ നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൽ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ തുളക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മേലെ കൂടി ടോപ്പ് കൂടി ഒരു ചെറിയ കമ്പി ലോഡ് വരുമ്പോൾ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ഇത് അതേമാതിരി ഒരു ബിറ്റ് കമ്പി ഉണ്ടെങ്കിൽ മാത്രം കെട്ടി കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമില്ല. എഞ്ചിനീയർമാരൊന്നും അതിന് നിർബന്ധം പറയില്ല കേട്ടോ. അപ്പോളേ മക്കളെ കഴിഞ്ഞിട്ടാ സംഭവം സെറ്റായി. പരിപാടി കഴിഞ്ഞ് താത്ത ചോറ് റെഡിയാക്കാനുള്ള പരിപാടിയിൽ നോക്കിക്കോളി. അപ്പം ഇനി നേരെ സാധനം എടുത്തേക്കാം. ഓക്കെ, ഫുള്ള് സെറ്റായിട്ട് മാഷാല്ലാ. ചെറിയൊരു പൈസ ചിലവായാലും ബാത്റൂം ഇതാ പെർഫെക്റ്റ് ആയിട്ടാണ്. ആരെ പണിയെടുത്ത് നോക്കും അത്രയും വൃത്തിയാക്കി മാഷാല്ലാ. പിന്നെ അതേപോലെ തന്നെ ഈ കോർണർ ഇതാ നല്ല സെറ്റായി കൊടുത്ത്. പിന്നെ 1 ഇഞ്ചാട്ടത്തിൻ്റെ കവറിങ് ചെയ്യാൻ കഴിയുമ്പോൾ തൂങ്ങണ്ട. പിന്നെ കവറിങ് ചെയ്യാൻ നേരെ 1 ഇഞ്ച് കവറിങ് ആട്ടോ. ആ റിങ് വന്നാൽ കറക്റ്റാണ്. അവിടെ നിന്ന് പലച്ചുണ്ട് തള്ളാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റ് എങ്ങനെയുണ്ട്.